എല്ലാ സഹാബിറങ്ങും ആ തന്നി യൂസ് ആക്കിയാറ് മാത്രമല്ല അങ്ങനെ ഒണ്ടകും അങ്ങാതിരെ തന്നി കുടിപ്പാട്ടിയാറുണ്ട് ഈ തിക്കറ് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഇത് രണ്ട് സംഭവ ഹുദൈബിയ ചൊല്ല ജാഗല് നടന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തെ തിക്കറ് ചൊല്ല നാം മനസ്സിലാക്കും. ഇത് ഞങ്ങൾ ഒരായത്തെ ഖുറാഫി മുസ്ലിയാക്കന്മാർ ചൊല്ലതായ ഒരു കട്ടല്ല, ഇതൊരു യാഥാർത്ഥ്യ ടിക്കർ അല്ലേ. വല വല ചൊല്ലതായവർക്ക് അവിടെ അതൈത്തു വല, ഇവിടെ ഇതൈത്തു വല, ഇങ്ങനെ കുറേ ആറ് നോക്കിയേ ആറ് പക്ഷെ അതെന്തില്ല. ആ റായത്തങ്ങളോട് പോയിട്ട് കേട്ട് അങ്ങനത്തെ ഒരു സംഭവം അങ്ങ് പിടിക്കാല് അല്ല. ഇന്ന് ഔലിയ പോയിട്ട് ഇന്നാലെ ജീമാക്കി ഇനി ഇന്ദ്രമ അബ്ബാസ് ഇന്ദ്രമ ಅವ್ರ പേರು ചൊല്ലാറ്. അങ്ങനെ ಎಂಚಿಟ್ಟಾಬತ್ತಿಗೂ ಎಲ್ಲ ಇದೈತು. ಅವನು ಜೀಮಾಕಿ ಮರ್ಚೊಂಡೆ ಜೀಮಾಕಿ ಮರ್ಚ ಹಾಸ್ಪಿಟಲ್ ಒಡ್ತಾರೆ ಇങ്ങനെ കുട്ടി പോണ്ട ടൈമിൽ ആ ആംബുലൻസിൽ അവൻ്റെ ജീമാക്കിയവള ഒരു ഔലിയ കേട്ടാറ് നിങ്ങൾ ചൊല്ലറേ. അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനത്തെ ഒരു സംഭവം കേട്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇട്ടിക്കാല്. ഇപ്പല്ല ഹിസ്റ്ററി അല്ല എന്തെന്തല്ല എവിടെ ഏതേത് കാലത്തെ ഹിസ്റ്ററി അല്ല നമുക്ക് കാണുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ചരിത്രത്തിൽ നടന്നിട്ടേ ഇക്കാല്. ബെർദകും ഇല്ലാത്ത ഒരു കെട്ട് കഥയിട്ടിക്കറി ഇങ്ങനത്തെ കറാമത്തിന്റെ പേരിൽ ആൾമാരെ മങ്കാക്കിയില്ല ചൊല്ലി നാം മനസ്സിലാക്കണം. ഇപ്പൊ പുതിയൊരു ന്യൂസ് വന്നല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിച്ച് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലോണ്ട് പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ಈ ಒಂದು ಕ್ಲಾಸರು 69ನೇ ಕ್ಲಾಸಲ್ಲಿ ತಿಕ್ಕರು ನಂಗಿಂದ ಕೂಡ ಒಟ್ಟಿಗೆ ಇರೋ ರಮಲಾನ್ ತಿಂಗಳಿಗೆ ಮೊದಲು ಸ್ಟಾಪ್ ಹಾಕಿ ಬೆಚ್ಚದಾಯೋ ಈ ಕ್ಲಾಸರೇ ಕಂಟಿನ್ಯೂ ಭಾಗ ಇಟ್ಟಿಕ್ಕರು ಇಂದು ನಂಗೆ ಎಡ್ಕೋಗಿ ಉದ್ದೇಶಿಕ್ಕರು. ನಂಗೆ ಬಿಟ್ಟು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്ര ഒരു മുസ്ലിമായവನು പഠിച്ചു വെക്കണ ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്കറ് ചൊല്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിയുള്ളതായ ഒരു കാര്യം ഇട്ടിക്ക്. ഒരു മുസ്ലിം ഒരു അഖീദ എങ്ങനെ ഇക്കണു ചൊല്ലതും ഫിഖ്ഹി മസ്അലൽ എങ്ങനെ അവನು മനസ്സിലാക്കണു ചൊല്ലതും അവൻ്റെ സ്വഭാവ ഗുണ ആചാര വിചാര അതേപോലെ ജീവനത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് എങ്ങനെ ഫേസ് ആക്കണു ചൊല്ലതും ഇങ്ങനെ എല്ലാ ഓരോ കാര്യം പഠിപ്പാട്ടി തണ്ടതായി ഒന്നായിട്ടിക്കറ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്ര ചൊല്ലത്. ഒരാൾക്ക് നബിയുടെ ജീവന ചരിത്ര പഠിക്കുമ്പോഴേക്കറ് അവൻ്റെ ജീവനത്തിൽ പ്രോബ്ലം വരുമ്പോഴത്തേക്കുള്ള സൊല്യൂഷൻ എന്തെങ്കിലും ചൊന്ന് അവനക്ക് മനസ്സിലാക്കുക സാധ്യം. കാരണം ജീവനത്തെ എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു മാതിരി ഏറ്റിക്കറ്, ഞങ്ങൾക്കൊരു റോൾ മോഡൽ ഏറ്റിക്കറ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമൽ നിങ്ങൾക്ക് ഉത്തമമായ മാതരി ഉണ്ട് ചൊന്തു അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നത്. അത് വെറുതെയല്ല, അല്ലെ അതൊരു പൽക്ക മാത്രം ഇങ്ങനെ പൽക്കറിഞ്ഞിട്ട് പോകേണ്ടതല്ല. യഥാർത്ഥ രൂപത്തിൽ ഹക്കീക്കത്തിലെ ഞങ്ങൾക്ക് നബിയുടെ ജീവന എല്ലാ മേഖലയിലും ഒരു മോഡൽ ഏറ്റിക്കൽ, ഒരു മാതരി ഏറ്റിക്കൽ. ഒരു അബ്ബ ചൊല്ലുന്ന നിലയിൽ മക്കളൊട്ടിಗೆ എങ്ങനെ നിൽക്കുന്നു ചൊല്ലതും, അതേപോലെ പുല്ലിമാരൊട്ടിಗೆ എങ്ങനെ നിൽക്കുന്നു ചൊല്ലതും, മാപ്പിള ആയ നിലയിൽ ഒരു പെഞ്ഞായിരൊട്ടിಗೆ എങ്ങനെ നിൽക്കുന്നു ചൊല്ലതും, ഒരാൾ യജമാനായെങ്കിൽ ആ യജമാനുടെ കീഴിൽ സ്വറാക്കൃതായ സ്വർത്തങ്ങളൊട്ടിಗೆ അല്ലെങ്കിൽ അടിമമാരൊട്ടിಗೆ എങ്ങനെ നിൽക്കുന്നു ചൊല്ലതും, അതേപോലെ ഒരു ഉസ്താദ് സ്റ്റുഡൻറ്റൊട്ടിಗೆ എങ്ങനെ നിൽക്കുന്നു ചൊല്ലതും, ഒരു ലീഡർ അനുയായിമാരൊട്ടിಗೆ എങ്ങനെ നിൽക്കുന്നു ചൊല്ലതും, ഒരു റായത്ത് പ്രധാനമന്ത്രിയായെങ്കിൽ ആ പ്രധാനമന്ത്രി പ്രജകളൊട്ടിಗೆ എങ്ങനെ നിൽക്കുന്നു ചൊല്ലതും, അതേപോലെ ഒരു യുദ്ധത്തെ കമാൻഡർ ആയെങ്കിൽ ആ സൈനികമാരൊട്ടിಗೆ എങ്ങനെ നിൽക്കുന്നു ചൊല്ലതും. ഇങ്ങനെ A to Z നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു മാതിരി ഏറ്റിക്കൽ. ഔത്ത് ഉൾഗത്തെ കിച്ചൺ പിടിച്ചിട്ട് വലിയ വലിയ അന്താരാഷ്ട്രീയ ഇന്റർനാഷണൽ മീറ്റിംഗ് ഹാളിൽ പോലും അങ്ങനെ ഔഡർ പിടിച്ചിട്ട് ആ ഔത്തോലും എല്ലാ രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു മാതിരി ഏറ്റിക്കൽ.
അപ്പം അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಜೀವನ ചരിത്ര കൃത്യമായിട്ട് പഠിക്കുകൂ ഞങ്ങൾ ഓരോരുത്തും ಯಾರ ಕೋಶಿಶಾಕುನಾയി ഒന്നൈറ്റിക്കറ് ചൊന്തുള്ള ഒരു ആമുഖത്തിലേറ്റിക്കറ് ഇന്നത്തെ ഒരു ക്ലാസ് സ്റ്റാർട്ടാക്കുകയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നു വെച്ചത് ഹിജറ 6ാമത്തെ വർഷത്തിൽ നടന്നതായി 2 സംഭവത്തെ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടായിരുന്നു. അതായത് ഗസ്വത്തു ദി ഖർദ് ചൊല്ലറെ ആ ഒരു സംഭവം, അതേപോലെ യമാമ ചൊല്ല റായത്തെ രാജാവ് സുമാമ അയാൾ ഇസ്ലാം സ്വീകരിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് കൊറിയ ചരിത്രം ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി വെച്ചതേറ്റ്. ഇനി അതൊരു ബാക്കി ഭാഗ ഹിജറ 6ാമത്തെ വർഷത്തിൽ നടന്നതായ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടിക്കറ് ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി ഹിജറ 6ാമത്തെ വർഷത്തെ ദുൽഖഅദ തിങ്കളിലേറ്റിക്കറ് നടക്കറ്. ഈ ഹുദൈബിയ കരാറേറ്റിക്കറ് പിന്നെ മക്ക വിജയത്തിന് കാരണ അവരെ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യത്തിക്കറ് അല്ലേ. ഹിജറ 8ാമത്തെ വർഷത്തിൽ മക്ക ഫത്ത് നടക്കറ്. അത് തുടക്കയോടെ ഹുദൈബിയ സന്ധി ഏറ്റിക്കറ്. ഈ ഹുദൈബിയ സന്ധിയുടെ കാരണത്തിലേറ്റിക്കറ് പിന്നെ മുസ്ലിമീങ്ങൾക്ക് മക്ക ഫത്ത് കിട്ട ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിക്കറ്. അപ്പൊ ആ ഒരു സംഭവം എന്തിനെ ചൊല്ലത് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി വെക്കുന്ന ഒന്നേറ്റിക്കറ്. അതായത് ഹിജറ 6ാമത്തെ വർഷ ദുൽഖഅദ തിങ്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കിനാവ് കാണും. നബിക്ക് കിനാവ് എന്തിനെ കണ്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങ മക്കത്തുക്ക് പോയിട്ട് ഉംറാക്കരുത്. മക്കത്ത് പോയിട്ട് ഉംറാക്കിയിട്ട് അതിൽ പിന്നെ അങ്ങ് തലരെ കൊറിയാൽമാർ തലരെ മുടിയെടുക്കരുത്, കൊറിയാൽമാർ തലരെ മുടി ഷേവാക്കരുത്, അതേപോലെ അങ്ങനെ ബലി അറുക്കരുത്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിനാവ് കാണും. അങ്ങനെ നബി പിത്യാണ്ട് സുബൈക്ക് സഹാബിരങ്ങളെ വിളിച്ചു കൂട്ടി ചൊല്ലു, ഇന്നലെ ജാവുന്ന ഒരു കിനാവ് കൊണ്ടു ഇങ്ങനെ ഇട്ടിക്കറ കിനാവിൽ ഇന്നേ അങ്ങനെ സബಲು ನಾನು ಉಮ್ರಾಕು ಉದ್ದೇಶಿಕ್ರ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಸಹಾಬರಗಳೊಟ್ಟಿಗೆ ಅನೌನ್ಸ್ ಆಕ್ರಿ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറത്തുക്ക് പോകണ്ടല്ലേ ചൊല്ല കൊസില് ഞങ്ങും നബിരൊಟ್ಟಿಗೆ പോണു ചൊന്ത അങ്ങെല്ലാരും സഹാബിരങ്ങ എല്ലാവരും ಪಡ್ತಾವ್ಡಾರು. ಆರ್ಗೆಲ್ಲ ತಾಕತ್ತುಂಡು അങ്ങെല്ലാരും നബിരൊಟ್ಟಿಗೆ ഉംറാക്കുകയിട്ട് ಪಡ್ತಾವ್ಡಾರು. അങ്ങനെ ഉംറത്തുക്ക് പറത്താവുമ്പത്തേക്കും സഹാബി 1500 സഹാബിരങ്ങ. 1400 അഭിപ്രായമുണ്ട്, 1500 അങ്ങനെയും അഭിപ്രായമുണ്ട്. അങ്ങനെ 1500 സഹാബിരങ്ങായിട്ട് ഇക്രാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊಟ್ಟಿಗೆ ഉംറത്തുക്ക് പറത്തായി. ഈ ബട്ട നബിയുടെ ഉംറ യാത്രയിൽ പെഞ്ഞയായിട്ട് വന്നരെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞയും ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ വിഷയത്തിലെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയതായിട്ടിക്ക്. അബൂ സലമറെ മരണപ്പെട്ടതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമറെ മകനായതും അല്ല. അപ്പൊ ഏതായാലും നബിയുടെ മുട്ട ഈ ഒരു സഫറിൽ നബിരൊട്ടിಗೆ ಬಂದರೆ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇത്തിക്കറ്. അങ്ങനെ സഹാബിരങ്ങ പറത്തായാൽ സാധാരണ ആയുധം മാത്രം പിടിച്ചത്. ഒരു സഫറിൽ പോകുമ്പോഴത്തേക്ക് എന്തൊരു സാധാരണ ആയുധം ഉണ്ടാ അത് മാത്രം, അല്ലാണ്ട് ഒരു യുദ്ധത്തിക്ക് പോകുമ്പോൾ പിടിക്കുന്നതായി ആ ഒരു ആയുധം ഒന്നും ഇല്ലാണ്ട് സാധാരണ രീതിയിലുള്ള ഒരു ആയുധം മാത്രം പിടിച്ചിട്ട് അങ്ങനെ നബിയും സഹാബിരങ്ങ ഉംറത്തുക്ക് പറത്താവിടെ. അങ്ങനെ പറത്തിയിട്ട് ദുൽഹുലൈഫ ചൊല്ലിയ ജാഗിൽ ഇഹ്റാം കെട്ടിട്ട് അങ്ങനെ ഇഹ്റാം കെട്ടായിട്ട് അങ്ങ് പിന്നെ സീത മക്കത്തെ സൈഡിക്ക് നടന്നു പോകണ്ടി നടക്കാർക്ക് ഒരു അങ്ങ് വണ്ടിൽ പോണ്ടാറ്. അങ്ങനെ ആ ഒരു കഷ്ടത്തിലേറ്റിക്കറ് മുതലത്തെ കാലത്തിൽ പോയണ്ടി നിന്റെ ഞങ്ങൾ വിയർച്ച ഇണ്ട് പോയ പത്തിയ ബസ്സിക്ക് നാലക്ക് അവിടെ പോയിട്ട് എത്തിയ പിന്നെ വണ്ട അത്ര ഒരു വലിയ വിഷയമല്ല. ആയെങ്കിൽ അതിലും എന്തേ ഒരു കൊറടി കണ്ടെങ്കിൽ ആൾമാർ കർസമുണ്ട്. മാത്ര നബിയും സഹാബിരങ്ങളെ ഉംറ ചൊല്ലത് ഇന്നത്തെ പോലത്തെ അത്ര സുലാഭത്തെ ഒരു കാര്യമല്ല. 400 ചില്ലറ കിലോമീറ്റർ ഇന്ന് ആ ഒരു ഡിസ്റ്റൻസ് അതിൽ നബിയും സഹാബിരങ്ങ നടന്നുകൊണ്ടേ തിക്കറ് ആ ഉംറത്തുക്ക് അങ്ങ് പോണ്ടി. അങ്ങനെ പോയിട്ട് അങ്ങ് ഉസ്ഫാൻ ചൊല്ലற ಜಾಗ എത്തിത്ത്. അങ്ങനെ അവിടെ എത്തിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദൂർലു കടത്തിയ ഒരാളിക്കർ ഞങ്ങ ഇതുക്ക് മുതൽ ചെന്തിന്ന നബിയ സഫർ യദൂർലു കൊറിയാല് ഒരാളെ ജണ്ടാലെ കടത്തറ്, അതേപോലെ പെറോള് കൊറിയാലെ നിപ്പാട്ട്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദൂർലു കടത്തിയ ഒരാള് റിട്ടേൺ വന്നിട്ട് നബിയോട്ടിക്ക് ചൊല്ലു, നബിയെ ശത്രുമാർ ഞങ്ങളെ വിഷയം അറിഞ്ഞിട്ട് അങ്ങ് ഞങ്ങളെ തടിയുക റെഡിയായിട്ടുള്ളായിരുന്നു. അപ്പൊ അവിടെ എത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുമാർ തടിയുക റെഡിയായിട്ടുള്ളാറിട്ട് വിഷയം കിട്ടു. അങ്ങനെ സഡൻ ഇത് ബിയർക്കാത്തതೈತಿ. ഒമ്പരത്ത് കണ്ട് പറത്തായങ്ങ ശത്രുമാർ തടയിറാണ്ടെങ്കിൽ ബിയർച്ചിട്ടില്ലാന്ത്
അങ്ങനെ ഈ ഒരു ജാഗ്യത്തിയപ്പോൾ ശത്രുമാർ തടയിറാറിട്ട് വിഷയം കിട്ടിയപ്പോൾ തടയുകയായിട്ട് അവിടെ റെഡിയായിട്ട് നിൻറാറിട്ട് വിഷയം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെ കൂട്ടിയിട്ട് ഒരു ഡിസ്കഷൻ ആക്കി എന്താക്കറി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചൊല്ലു, നബിയെ ഞങ്ങൾ എന്താ യുദ്ധത്തിക്ക് ബന്ധങ്ങളല്ല, ഞങ്ങളൊട്ടിക്ക് ഞങ്ങൾ ചൊന്നു നോക്കാം, യുദ്ധത്തിക്ക് ബന്ധങ്ങളല്ല ചൊന്നു. പിന്നെ ഞങ്ങളൊട്ടിക്ക് യുദ്ധാക്കുക ബണ്ടാറുണ്ടായെങ്കിൽ ഞങ്ങളെ കൊണ്ട് അവിടെ പോലെ ഞങ്ങൾ യുദ്ധത്തിക്ക് റെഡി ആവുക ചൊന്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് ആവും ഞങ്ങൾ എതിർ പോയി ചൊന്തു. നബി എന്താക്കറ് സഹാബി ഞങ്ങൾ എടുത്തോട്ടെ പിന്നും എതിർ പോണു. അങ്ങനെ എതിർ പോയിട്ടാകുമ്പോഴത്തേക്കു ദൂരത്തിൽ ഹുദൈബിയ സന്ധി മുട്ടെത്തുമ്പോൾ അത് ആ ഒരു സന്ദർഭത്തിൽ ദൂരത്തിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അപ്പം അയാൾ മുസ്ലിം ആയിട്ടില്ല, ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ 200 ചില്ലറ സൈനികന്മാർ റെഡിയായിട്ട് നിന്നത് ദൂരത്തിൽ നബിയും സഹാബിരങ്ങൾ കണ്ടു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയേറ്റ് ഇത് ഞങ്ങളെ തടയുകളിൽ എല്ലാ റെഡിയും അങ്ങാക്കി വെച്ചിരാറ്. കാരണം ഒരു സൈനികരമേ റെഡിയാക്കി വെച്ചിരാറ്, 200 ചില്ലറ സൈനികന്മാരുമേ റെഡിയാക്കി വെച്ചിരാറ്. ലൊഹർ നിസ്കാരத்துக்கு അങ്ങ് ടൈം ആയപ്പോൾ അവിടെ ഉദുവാക്കിയിട്ട് ലൊഹർ നിസ്കരിച്ചാർ. ലൊഹർ നിസ്കരിച്ചാൽ പിന്നെ ഇത് ലൊഹർ നിസ്കരിക്കുന്നതാറ് ശത്രുമാർ നോക്കിയുള്ളാർ, ഖാലിദ് ഇബ്നു വലീദിനെ ആ സൈനികന്മാർ നോക്കിയുള്ളാർ. അങ്ങനെ ലൊഹർ നിസ്കരിച്ചാൽ പിന്നെ ഈ തിക്കറ് അങ്ക് ഒരാലോചന വന്നിച്ചാ ഞങ്ങൾ നല്ലൊരു ചാൻസ് എന്താക്കിയാ ബുട്ട ഇങ്ങനെ നിസ്കരിക്കുന്ന ടൈമിൽ ഞങ്ങൾ അറ്റാക്ക് ആക്കിയെങ്കിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് കൊല്ലാന്ത്. അപ്പോൾ ഞങ്ങൾ ഒരു ചാൻസ് ബുട്ടല്ലേ ചൊന്തു ഞങ്ങളതിൽ കുറേ ആൾമാർ പൽക്കറിയു സ്റ്റാർട്ട് ആക്കിയത്. അപ്പം ഖാലിദ് ഇബ്നു വലീദിനെ പോലത്തെ ആൾമാർ ചൊന്നാറ് പേടിക്കണ്ട, ഫഇന്ന ലഹും സ്വലാത്തുൻ ബഅദ ഹാദിഹി സ്വലാഹ്, ഇതിൽ പിന്നെ ഒരു നിസ്കാരം വറുണ്ട്, അതായത് അസർ നിസ്കാരം. അത് ഈ അഹബ്ബു ഇലൈഹിം മിൻ അബ്നാഇഹിം വ അൻഫുസിഹിം, അങ്ങനെ മക്കളെ കാണയാറ അങ്ങനെ സ്വന്തത്തെ കാണയാറ ഇഷ്ടമുള്ള നിസ്കാരം എത്തിക്കറങ്ക് അങ്ങത് നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ എന്താക്കുക ആ ടൈമിൽ അങ്ങനെ അറ്റാക്ക് ആക്കാ ചൊന്തു ഖാലിദ് ഇബ്നു വലീദ് ആ സൈനികന്മാരൊട്ടിಗೆ ചൊല്ലു. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കൂല ഒരു പാട്ട് എന്തിരി സഹാബിരങ്ങൾ എങ്ങനെ നിസ്കാരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടോയിന്നാറ് ചൊന്തു അണ്ടത്തെ ശത്രുമാರಿಗೆ ಬಿಡಿಂತು, അണ്ടത്തെ ശത്രുവാരെ മനസ്സിലാക്കി തിന്നാറ്. അങ്ങനെ സ്വന്തത്തെ കാണയാറ അങ്ങനെ മക്കളെ കാണയാറ ಅಂಕಿ ಯಾರ ಇಷ್ಟಪಟ್ಟ ഒരു നിസ്കാര പഴകുണ്ടു ചൊന്തു ഖാലിദ് ഇബ്നു വലീദ് ശത്രുമാരിൽപ്പെട്ട ആൾമാർ ചൊല്ലുമ്പോഴത്തേക്കു ഞങ്ങൾ ആലോചന ആക്കുന്ന ഇവർ കാര്യത്തിക്ക് ഞങ്ങൾക്ക് എത്രമാത്ര നിസ്കാരത്തിക്ക് ഇമ്പോർട്ടൻറ്റ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളെ ചെറിയ ചെറിയ എന്തേ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഒരു വിഷയത്തിക്ക് ഞങ്ങളെ നിസ്കാരത്തിൽ ഞങ്ങൾ ബുഡ്രണ്ടായെങ്കിൽ അത് എത്രമാത്രം ഖേദകരമായ ഒരു വിഷയത്തിക്ക് ഞങ്ങൾക്ക് എപ്പം ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണായി അതിലും നിസ്കാരത്തെ വിഷയത്തിൽ. നിസ്കാര ബുട്ടെങ്കിൽ കാഫിറും ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തുണ്ടായെങ്കിൽ അത് ചെറിയ വിഷയമല്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയി തിക്കും ഇതിനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിസ്കാരത്തിക്ക് പോകാറുണ്ടായി നിസ്കാരത്തിക്ക് ഞങ്ങൾ യാറെന്താക്കണം പ്രാധാന്യം കൊടുക്കണം. പിന്നെ ചിലപ്പോൾ ഒതുരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നതായ ഒരു ഒതുരിക്കൽ സഫർ ആ ഒരു കാരണത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ എതിർಲು ഫുഡ് വെച്ചിട്ടാകുമ്പോഴത്തേക്ക് ഒരാൾ ഇക്കാമത്ത് കൊടുത്തിട്ടായെങ്കിൽ അവൻ ഫുഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ എന്താക്കുന്നു നിസ്കാരത്തേക്ക് പോകും. അതേപോലെ ടോയ്ലറ്റ് പണ്ട സന്ദർഭത്തിൽ അവിടെ എന്താക്കുക ജമാത്ത് ബുഡകുല്ലേ എക്സ്ക്യൂസ് ഉണ്ട്. അപ്പം ഇങ്ങനെ എതിറുള്ളതല്ലാണ്ട് വേറെ ചെറിയ ചെറിയ വിഷയത്തിക്ക് ഞങ്ങൾ വെറുതെയും കാരണ തേടിട്ട് നിസ്കാരത്തെ ബുഡ്രണ്ടായെങ്കിൽ അത് വലിയ ഒരു എന്തൊരു ഷർറുലുള്ളാണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് കാട്ടറേ ചൊല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഏതായെങ്കിലും ഇവിടെ ചൊന്ന വന്ന വിഷയ ശത്രു മാറുന്ന സമയത്ത് ആ നിസ്കാരത്തെ വിഷയത്തിൽ അങ്ങനെ ചൊന്നാർ. അപ്പോൾ ഇത് ചൊത്തയിൽ പിന്നെ എത്തിക്കറ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഒരു വഹിയുമായിട്ട് നബിന് മുട്ടബണ്ടി സ്വലാത്തുൽ ഖൗഫ് പേടിയുടെ സന്ദർഭത്തിലുള്ള നിസ്കാര അവിടെ എത്തിക്കറ് ആയത്ത് നാസിലാവും. സൂറത്തുൻ നിസാഇലെ 102 ആയത്ത് വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാത്ത ഫൽതകും ത്വായിഫത്തും മിൻഹും മഅക വൽയഅഖുദു ഹിദ്റഹും വഅസ്ലിഹതഹും فإذا سجدوا فليكونوا من ورائكم ولتأتي طائفة أخرى لم يصلوا فليصلوا معك. ഇങ്ങനെ ആ ഒരു പേടിയുടെ സന്ദർഭത്തിൽ യുദ്ധത്തെ സന്ദർഭത്തിൽ എങ്ങനെ നിസ്കരിക്കണം ചൊന്തു പടിപ്പാട്ടി കൊടുക്കുന്നതായി ആയത്ത് അവിടെ എത്തിക്കറ് നാസിലാവും അല്ലേ. അപ്പം നെക്സ്റ്റ് അസർ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം ചൊന്ത അവിടെ ആയത്ത് നാസിലാവും. ഇപ്പം സ്വലാത്തുൽ ഖൗഫ്
എന്തൊരു നിസ്കാര ചമ്മ ടൈപ്പിലുണ്ട്. ഹദീസിൽ 4-5 ടൈപ്പിൽ വന്നത്. അതിൽ ഒരു ടൈപ്പ് എത്തിക്കർ അവിടെ വെച്ചിട്ടങ്ങ അസർ നിസ്കരിക്കരുത്. ശത്രുമാർ കാത്തുള്ളാർ ഈ അസർ നിസ്കാര ആവുക കാത്തുള്ളാർ മാത്രമേ ഈ അസർ നിസ്കരിച്ച ടൈപ്പ് അങ്ങനത്തെ തിന്ത് ಬೇರೆ ಟೈಪ್ ಐತಿ അങ്ങനെ ಹಿಸಬಲ್ ಅಂಕ್ ಆ ಟೈಮಲ್ಲೂ ಮಂಕ್ ಅಟ್ಯಾಕ್ ಆಗುವ ಆಯಿಲ್ಲ ಚೊಲ್ಲದೆ ಇಟ್ಟಿಕ್ಕಿರೋದು ಅಂಕ್ മനസ്സിലാക്കുക സാധ്യത. അങ്ങനെ ആ നിസ്കാരം എങ്ങനെ സലാത്തുൽ ഖൗഫ് അതൊരു ഒരു ടൈപ്പ് എങ്ങനെ, അതായത് 2 സഫായിട്ട് നിൽക്കറി, 2 സഫായിട്ട് നിന്നിട്ട് നബിരൊട്ടിಗೆ മേ റുക്കു ആക്കുക, ഏത്തിദാലാക്കുക ഒട്ടിಗೆ മേ ಮಾತ್ರ ಸುಜೂದು പോകുമ്പോൾ ഫസ്റ്റിಗೆ എതിർത്ത സഫറാണ് സുജൂത് കൊണ്ടാറ് ഇങ്ങനെ നിൽക്കാറ്, തെറുത്തങ്ങ ആയുധം പിടിച്ച് നിൽക്കാറ്. പിന്നെ അങ്ങ് സുജൂതിരെ ഇത് തെച്ചിട്ട് പിന്നെ സുജൂതായിട്ട് പിന്നെ ഇങ്ങനെ എനിക്കുമ്പോൾ ഇങ്ങനെ എന്താക്കാറ് സുജൂത് പോയിട്ട് പെറോലുള്ള അങ്ങ് സുജൂത് പോയിട്ട് പിന്നെ ഇങ്ങനെ ഒട്ടിക്കമേ എഞ്ചിട്ട് സേറാറ്. പിന്നെ 2ാമത്തെ റക്കാത്തിൽ ഇതേപോലെ ഒട്ടിക റുക്കു ആക്കാറ്, എത്തിദാൽ നിൽക്കാറ്. പിന്നെ ഇങ്ങനെ എതിർങ്ങ് സുജൂത് കൊണ്ടാറ് ഇങ്ങനെ ദെക്കുമ്പോൾ ഇട്ടിക്കറ് ഇങ്ങനെ സുജൂത് പോയിട്ട് ദെക്കറ്. അങ്ങനെ ജഡൽ ഒട്ടിക സലാം വീട്ട്. ഇതൊരു സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല സലാത്തുൽ ഖൗഫ് പേടിയുടെ സന്ദർഭത്തിൽ യുദ്ധത്തെ സന്ദർഭത്തിൽ നിസ്കാരം അവിടെ നോക്കൂ. നിസ്കാരത്തെ ഇമ്പോർട്ടൻ്റ് എന്തിരി അല്ലേ, ജമാഅത്തിന് ഇമ്പോർട്ടൻ്റ് എന്തിരി. ഒരാൾ ഖൗഫ് ഒരാൾ പേടിയുടെ ടൈമിലായെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്താക്കത്ത് ജമാഅത്ത് ആയിട്ട് നിങ്ങൾ വിടറും വേണ്ട. അല്ല അവിടെ ജമാഅത്തായിട്ട് എങ്ങനെ നിസ്കരിക്കുന്നുണ്ടും അള്ളാഹു എന്താക്കിയത് പടിപാടി തന്നെ. അപ്പൊ ഇങ്ങനെ നിസ്കാരത്തിന് യാറ ഇസ്ലാം എന്താക്കിയൊരു പ്രാധാന്യം കൊടുത്തുള്ളത് നാം മനസ്സിലാക്കുന്ന ഈ ഒരു കാര്യത്തിക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിസ്കാരയിൽ പിന്നെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു ഫേസ് ആക്കാണ്ട് അവിടെ പിന്നെ ಬೇರೆ മെത്തേറിലേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് പോണവർ റെഡിയാവും. അങ്ങനെ ಬೇರೆ മെത്തേറിലു, അതായത് ഗുഡ്ഡരെ സൈഡിലുള്ള ഒരു തെരു, ആ തെരുവിലേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തെ സൈഡിಗೆ പോണ്ടേ. അങ്ങനെ ലാസ്റ്റ് ഹുദൈബിയ ചൊല്ലിയ ജാഗിಗೆ ಬಂತೆತ್ರ മക്കത്തുക്ക്. പിന്നെ ഹുദൈബിയൽ പിന്നെ ഡയറക്റ്റ് പിന്നെ മക്കത്ത് കയറ്റിക്ക് എൻ്റർ അവിടെ. അങ്ങനെ ഹുദൈബിയ ചൊല്ലിയ ജാഗിಗೆ ಬಂತೆത്തിയപ്പ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರ ಒಂಟೆ പിന്നെ എതിർ പോണ്ടില്ല. നബിയുടെ ಒಂಟೆ അവിടെ സ്റ്റക്ക്, നബി ಒಂಟೆ അവിടെ തെച്ചിത്ത്. അപ്പോൾ എങ്ങനെ ആക്കിയിട്ടും എങ്ങനെ വൈത്തിട്ടും അത് എനിക്കില്ല അത് എതിർ പോണ്ടില്ല. അപ്പോൾ സഹാബിരങ്ങ് ചൊന്നാറ് ഖലഅത്തിൽ ഖസ്വ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಒಂಟೆರ പേരേറ്റിക്ക് ഖസ്വക്ക് എന്തായിട്ട് ബച്ചൽ പിടിച്ചിട്ട്, അതായത് ಒಂಟೆ അങ്ങനത്തെ ബച്ചൽ പിടിച്ചെങ്കിൽ എന്തിനാ അണ്ടത്തെ കാലത്ത് ആൾമാർ ചൊന്നു ഇന്ന ഒരു പൽക്കേറ്റിക്ക് ഖലാത്ത് ചൊന്നെങ്കിൽ ಅದಕ್ಕೆ ಬಚ್ಚಲ್ ಬಿಡ್ಚಿತ್ತು, ಅದಕ್ಕೆ ಇದೈತು ಮಡಿ ಇತ್ತುಂಟು ಅಮ್ಮ അങ്ങനെ ಅದಕ್ಕೆ ತೀರಾಂಟ ಇತ್ತು. അപ്പം ഖലഅത്തിൽ ഖസ്വക്ക് തീരാണ്ട ഇത്ത് ചൊന്തു സഹാബിരങ്ങ ചൊന്നാറ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു വല്ലാഹി മാ ഖലഅത്തിൽ ഖസ്വ, അല്ലാഹു വൈത്തിക്കർ സത്യ ഖസ്വക്ക് ബച്ചൽ പിടിച്ചിരല്ല. വമാ ദാക ലഹ ബിഖുലുഖ്, ഇതದ್ರ സ്വഭാവമല്ല. ഈ ಒಂಟೆರೆ ഈ ഖസ്വ ചൊല്ല ಒಂಟೆರೆ ബച്ചൽ പിടിക്കരുത്, ഇതിന്റെ സ്വഭാവമല്ല, ಇದಕ್ಕೆ ಬಚ್ಚಲ್ പിടിച്ചതല്ല. പിന്നെന്തേ വലാകിൻ ഹബസഹ ഹാബിസുൽ ഫീൽ, ആനരെ പിടിച്ചു വെച്ച ആള് ഈ ഒണ്ടരെ പിടിച്ചു വെച്ചത്. ആനരെ പിടിച്ചു വെച്ചത് അബ്രഹത്ത് രാജാവുണ്ട്. കാബ വടിക്ക വന്നപ്പ ആനരെ എടുത്തു വന്നപ്പ ആന എതിർ പോയില്ല. എങ്ങനെ തിരിക്കുമ്പോൾ ഇപ്പുറത്ത് തിരിക്കുമ്പോൾ പോയോണ്ട് നിന്ത്, ഇടത്ത ഭാഗത്ത് തിരിക്കുമ്പോൾ നിന്ത്, കാബത്തെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ അങ്ങനെ കാബത്തെ ഭാഗത്ത് ഇരിക്കുമ്പോൾ പോയിട്ടില്ല ಅಂತது. അപ്പം അതേ ഒരു ഇതേറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുക, ആനടെ പിടിച്ചവണു ഈ ഒണ്ടരെ പിടിച്ചു വെച്ചിരേണ്ട തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുക. അപ്പം ഇതിലെ പേരുള്ള ഒരു ഹിക്മത്ത് അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടി കൊടുക്കറ്. അങ്ങനെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയേറ്റ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചിരേ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിയേറ്റ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു വല്ലദി നഫ്സി ബിയദി, നന്റെ നഫ്സ് ആരുടെ കയ്യിലുണ്ട് അവിടെ തിക്കർ സത്യ, അല്ലാഹു തിക്കർ സത്യ. ലാ യസ്അലൂനി ഖുത്തതൻ യുഅല്ലിമൂന ഫീഹാ ഹുറുമാത്തില്ലാഹി ഇല്ലാ അതൈതുഹും ഇയ്യാഹ. ഖുറൈശിമാർ ಬಂತು അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതായ ഒരു കാര്യത്തിക്ക് എന്തേ ഒരു സുലുഹുകൈട്ടങ്ങ ഭണ്ഡാറുണ്ടായി, എന്തേ ഒന്ന് കേക്കുക ഭണ്ഡാറുണ്ടായെങ്കിൽ ನಾನು എല്ലാത്തും റെഡി അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് ചൊന്തു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ജാഗ കാബ, ആ കാബത്തുക്ക് പവിത്രത്തെ കൊടുത്തിട്ടു അങ്ങ് എന്തേ ഒരു വിഷയത്തുക്ക് കരാറാക്കുക ഞങ്ങളൊട്ടെ ഭണ്ഡാറുണ്ടായെങ്കിൽ ನಾ ಎಲ್ಲத்துக்கும் ಒಪ್ಪರ ಚೊಂತು
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അള്ളാഹുഗു അവിടെ ഉദ്ദേശിക്കുന്നത് കാബത്തോടെ യുദ്ധാക്കണ്ട ചൊന്തു. കാബത്തോടെ ചോരയുടെ കരി വേണ്ട, പവിത്രമായ ജാഗ, ആ പവിത്രമായ ജാഗയിൽ അവിടെ യുദ്ധം നടക്കണ്ട ചൊല്ലിയ ഉദ്ദേശം അള്ളാഹുഗിന്ത്. അത് കേട്ടിക്കറ് അവിടെ ഒണ്ടരെ നിപ്പാട്ടിട്ട് ആ മുസ്ലിമീങ്ങൾ അവിടെ നിപ്പാട്ടിട്ട് ഒരു കരാറിന്റെ മുഖാന്തര എതിർപോകേറ്റിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. ഇല്ലാണ്ട് യന്ത്രാവത്ത് കാബത്തേക്ക് ഇങ്ങനെ പോവാത്താറ്, അവിടെ മുസ്ലിക്കുമാർ വന്ന് അടിക്കാത്താറ്, പിന്നെ അവിടെ ഒരു യുദ്ധാവാത്ത്, അവിടെ ഒരു ചോര കളിയാവാത്ത്. അപ്പൊ അത് കഴിത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹിക്മത്തിന്റെ ഭാഗമായിട്ട് വണ്ടർ അവിടെ തടഞ്ഞു വെച്ചിട്ട് മുസ്ലിമീങ്ങൾ അവിടെ നിപ്പാട്ടേ ഒരവസ്ഥ അവിടെ ഉണ്ടാക്കി. ഇത് അള്ളാഹുവിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, മുശ്രിക്കീങ്ങ എന്തൊരു കരാറായിട്ട് രണ്ട് മുട്ട ബന്ധിട്ടായെങ്കിൽ, അതായത് അള്ളാഹുവിന്റെ പവിത്രമായ ജാഗരെ സംരക്ഷിക്കും പോലത്തെ എന്തൊരു കരാറ് ആക്കുക ബന്നെങ്കു നാനದಕ್ಕೆ ರೆಡಿ ಆವ್ರೆ ಅಂತ ತಿಕ್ಕರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ರಿ. പിന്നെ അവിടെ വെച്ചിട്ട് ആ ഹുദൈബിയയിൽ അങ്ങ് ടെന്റ് ഇടാറ്, അവിടെ ദയിക്കിറാറ്. അവിടെ രണ്ട് മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റേ രണ്ട് മുഅ്ജിസത്ത് പ്രകട്ടാവും. അത്ഭുതകരമായിട്ടുള്ള രണ്ട് സംഭവം ഹദീസിൽ നമുക്ക് കണ്ട്. ഒരു സംഭവം എന്താ വെച്ചെങ്കിൽ അവിടെ സഹാബിറങ്ക് എല്ലാവർക്കും തായ്ക്കുക സ്റ്റാർട്ട് ചെയ്യും. തായ്ക്കുക സ്റ്റാർട്ട് ആയിട്ടാകുമ്പോൾ നോക്കുമ്പോൾ തന്നില്ല. അങ്ങനെ ലാസ്റ്റിಗೆ ഒരു തോൽ പാത്രത്തിൽ തന്നിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ರೊಟ್ಟಿಗೆ ತೆಲ್ಲೂರು ತನ್ನಿಂತು. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಒದು ಹಾಕಿತ್ತು ಆವತ್ತಿಗೆ ಅತ್ತರನಾರ್ತಿಗೆ ಆಲ್ಮಾರೆಲ್ಲ ಬಂದಾರು, ನಬಿರ ಮುಟ್ಟ ಬಂದಾರು. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರೊಚ್ಚ ನಬಿಯೇ ನಂಗೆ ತನ್ನಿಲ್ಲ, ತಾಯಿಚ ಉಂಡು അതേപോലെ ഒതു ಹಾಕೋಗು തന്നില്ല, അപ്പം ನಾನು ಎಂದ್ರ ಹಾಕ್ರಿ ഈ ഒരു തോൽ പാത്രത്തിൽ തന്നിയല്ല అంటే ಬೇರೆಯವ್ರು തന്നില്ല. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് فوضع النبي صلى الله عليه وسلم يدعو في الركوة. ആ തോൽ പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വെച്ചിട്ട് പിന്നെ فجعل الماء يفور من بين اصابعه كامثال العيون. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലറി എന്നരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದಕ್ಕೆ ಕೈ ಇಟ್ಟಿട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നബിയുടെ കൈയുടെ ബെർലിന്റെ ഇടയിൽ തന്നി ബറുകു സ്റ്റാർട്ട് ആയി, തന്നി ഒൽകുകു സ്റ്റാർട്ട് ആയി. അങ്ങനെ എങ്ങനെ ചൊന്നെങ്കിൽ അംസാലിൽ ഒയൂൻ ഒസറു ഒൽകിற പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുടെ ബെർലിന്റെ ഇടയിൽ തന്നി ഇങ്ങനെ ഒൽകുകു സ്റ്റാർട്ട് ആയി. ഫശരിബ്നാ വതവദ്ദഅനാ, ഞങ്ങൾ എല്ലാവരും അത് കുടിച്ച, അതേപോലെ ഞങ്ങൾ എല്ലാവരും അതിൽ ഒതുവാക്കിയ. അപ്പൊ ഇത് ജാബിർ റളിയല്ലാഹു അൻഹു ചൊന്നപ്പ ഒരു താബി കേൾക്കര് ഫഖുൽതു ലി ജാബിർ ഒട്ടിക്ക് ഞാൻ കേട്ട കം കുന്തും യൗമ ഇദിൻ, അണ്ട് നിങ്ങൾ എത്ര ആൾ ഇന്നാർ? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലെ ലൗ കുന്ന മിഅത അൽഫിൻ ലകഫാന, ഞങ്ങൾ ലാക്ക് കണക്കുള്ള ആളിന്നെങ്കും അത് ഞങ്ങൾക്ക് മയാവത്ത്, ആ തന്നി മയാവത്ത്. മാത്രമാ കുന്ന 15 മിയ, ഞങ്ങൾ 1500 ആൾമാർ ഇന്നാറും ചൊന്തി തിക്കര് ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലി. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്ത് അവിടെ പ്രകടമായതായിട്ടിക്കറ് നമുക്ക് കാണും. അതേപോലെ പിന്നൊരു സംഭവം എന്താ വെച്ചെങ്കിൽ ഇതേപോലെ ആ ഹുദൈബിയത്തിൽ തെച്ചിട്ടിക്കറ സന്ദർഭത്തിൽ അങ്ങ് ഇതേപോലെ തായ്ക്കര് സഹാബിറങ്ക് അതേപോലെ ഒതുവാക്കുക തന്നില്ല ಅಂತ ಅವರು അങ്ങനെ എന്താക്കിയാർ മുട്ടത്തിലൂടെ തന്നി ഉണ്ടാണ്ട് ചൊന്ന് തേടുക പോകുമ്പോൾ ഒരു ചെറിയൊരു കിണന്ത് ശരിയാക്കിയത്. ആ കിണത്തിൽ നോക്കിയപ്പോൾ തെല്ല് തന്നിന്ത്. അപ്പോൾ ഉള്ള സഹാബിരങ്ങൾ എന്താക്കിയത് ആ തന്നിയെല്ലാം എടുത്തിട്ട് കാലിയാക്കി വിട്ടാർ. ബാക്കിന്ന സഹാബിരങ്ക് എന്തില്ല തന്നില്ല. അങ്ങനെ അങ്ങ് വന്നാർ നബി ഒട്ടിക്ക് ചൊന്നാർ നബിയെ തന്നില്ല, ನಾನು ಎಂದ್ರಾಕ್ರಿ. ಅಪ್ಪ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎಂದಾಕ್ರಿ ಆ ಕೆಂತೆ ಮುಟ್ಟ ಕೊಂಡು ஒரு தெல்லு தண்ணி கொம்புற சொல்று. நபி ஸல்லல்லாஹு அலைஹி வஸல்லம் கைக்கு அங்கே தெல்லு தண்ணி கொடுக்குறாரு. നബി ആ തന്നി എടുത്തിട്ട് ബായെ മുക്കിളിച്ചിട്ട് അതുക്ക് തുപ്പും. അങ്ങനെ അതുക്ക് തുപ്പിട്ട് തെല്ല് നേരത്തിൽ അതിൽ ഒസറ് ബറ സ്റ്റാർട്ടാവും. അതിൽ ഒസറ് ಬಂತು ആ തന്നി സഹാബിരങ്ങ യൂസ് ആക്കുക. എല്ലാ സഹാബിരങ്ങും ആ തന്നി യൂസ് ആക്കിയാറ്. മാത്രമല്ല അങ്ങനെ ഒണ്ടകും അങ്ങാതിരെ തന്നി കുടിപ്പാട്ടിയാറുണ്ട് തിക്കറ് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഇത് രണ്ട് സംഭവ ഹുദൈബിയ ചൊല്ല ജാഗല് നടന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തായി തിക്കറ് ചൊല്ല നാം മനസ്സിലാക്കും. ഇത് ഞങ്ങൾ ഒരായത്തെ ഖുറാഫി മുസ്ലിയാക്കന്മാർ ചൊല്ലതായ ഒരു കട്ട് അല്ല, ഇതൊരു യാഥാർത്ഥ്യ തിക്കറ് അല്ലേ. വല ചൊല്ലതായവർക്ക് അവിടെ അതൈത്തു വല, ഇവിടെ ഇതൈത്തു വല, ഇങ്ങനെ കുറയാ ആറ് നോക്കിയേ ആറ് പക്ഷെ അതെന്തില്ല. ആ റായത്തങ്ങളോട് പോയിട്ട് കേട്ട് അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾക്ക് പിടിക്കാല് അല്ല. ഇന്ന ഔലിയ പോയിട്ട് ഇന്നാലെ ജീമാക്കി ഇനി ഇന്ദ്രമാവ് അബ്ബാസ് ഇന്ദ്രമാവ് പേര് ചൊല്ലാറ്. അങ്ങനെ ಎಂಚಿಟ್ಟಾಮತ್ತಿಗೂ ಎಲ್ಲ ಇದೈತು ಅವನು ಜೀಮಾಕಿ ಮರ್ಚೊಂಡೆ ಜೀಮಾಕಿ ಮರ್ಚ ಹಾಸ್ಪಿಟಲ್ ಒಡ್ತಾರೆ ಕುಟ್ಟಿ ಬಂದ ಟೈಮಲು
ஆம்புலன்ஸில் அவன் ஜீமாக்கி வர ஒரு ரவுலியை கேட்டுறாரு நீங்கள் சொல்கிறாரு. അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനത്തെ ഒരു സംഭവം കേട്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇട്ടിക്കാല്. ഇപ്പല്ല ഹിസ്റ്ററി അല്ല എന്തെന്തല്ല എവിടെ ഏതേത് കാലത്തെ ഹിസ്റ്ററി അല്ല നമുക്ക് കാണുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ചരിത്രത്തിൽ നടന്നിട്ടേ ഇക്കാല്. ബെർദകും ഇല്ലാത്ത ഒരു കെട്ടുകഥ ഇട്ടിക്കറി ഇങ്ങനത്തെ കറാമത്തിന്റെ പേരിൽ ആൾമാരെ മങ്കാക്കിയുള്ള ചൊല്ലം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പുതിയൊരു ന്യൂസ് വന്നല്ലേ, ഒരു പെണ്ണര് എന്തൊരു ప్రెగ్నెంట్ అయితే ఎందరే పెరుగైటు ఎందర మారమ కరామత్తులు అది పెరువాటు కావడు ఉంటుంది. లాస్ట్ మర్చి ఇప్పు అవును జైలు ఎందర అవస్థ ഹോസ്പിറ്റലിൽ പോകപ്പെട്ടിട്ടില്ല. അതെ ഇപ്പൊ ജയിലിൽ പോയിട്ട് അവിടെ ഇതായിട്ടുണ്ട്. എന്തോ ഒരു അവസ്ഥ ഇതായിട്ടിക്കറി എൻ്റെ ആൾമാർ ഇത് മനസ്സിലാക്കില്ല. ആൾമാർ മനസ്സിലാക്കില്ല. ആൾമാരുടെ മങ്കാക്രെ ഈ മുസ്ലിയാക്കന്മാർ ചൊല്ലത് ഇങ്ങ തിരിച്ചറിഞ്ഞോ ഇല്ല. കാസ് കേട്ടും അത് കേട്ട് ഇത് കേട്ടു. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കൂല്ല എന്ന് വെച്ചെങ്കിൽ മോചിതത്ത് കറാമത്തല്ല ഉണ്ട് ഇസ്ലാമിൽ. ആരും അതിനെ നിഷേധിച്ചിട്ടില്ല. മാത്രം ഈ മോചിതത്ത് കറാമത്ത് കൊണ്ടിട്ട് കാസാക്കുക ഇസ്ലാം പഠിപ്പാട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂജിസത്ത് നബിമാർക്ക് എന്തെങ്കിലും കാട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മൂജിസത്ത് കറാമത്തല്ല കാട്ടി കൊടുക്കുക എന്ത് നബിമാറും ചൊന്തു അത് യാഥാർത്ഥ്യ ഇട്ടിക്കറി അത് ഹക്ക ഇട്ടിക്കറി ചൊന്തു കാട്ടി കൊടുക്കുക അല്ലാട്ടെ അത് വെച്ചിട്ട് കാസാക്കുക അല്ല ചൊല്ലുന്ന നാം മനസ്സിലാക്കും അല്ലേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിയ ഈ മുജിസത്ത് ആയിരക്കണക്കിൽ സഹാബിമാർ കണ്ടതും അതിലെ സനദോട് കൂടിയിട്ട് റിപ്പോർട്ടാക്കിയതായി ഒരു ഹദീസ് ഇട്ടിക്കറി അല്ലാണ്ട് കട്ടുകത്തല്ല ചൊല്ലുന്ന നാം മനസ്സിലാക്കും. സഹാബിമാരുടെ കൂട്ടത്തിൽ സഖാഫിമാറ അല്ലെങ്കിൽ അഹ്സനിമാറ അല്ലെങ്കിൽ ഉദവിമാറ ഇല്ലാത്ത സബുലു നെക്സ്റ്റ് കാലത്തിൽ ബരകാല വന്നപ്പോൾ നബിർ മുട്ടക പോയിട്ടില്ലേ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ബെർലിൽ ഇങ്ങനെ തന്നിങ്ങനെ ഒൽകിയതങ്ങ് കണ്ടാർ, കണ്ണുകൊണ്ട് കണ്ടാർ. നബിയുടെ മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് നോക്കിയാർ. പിന്നെ എപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ചൽ പിന്നെ എന്തേ ഒരു തന്നിക്ക് ആവശ്യം വന്നപ്പോൾ നബിയുടെ ഖബറിന് മുട്ട പോയാറാ, നബിരൊട്ടിക്ക് ദ്വാർന്നാറാ ഇല്ല. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധ്യത. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ബരകാല ബന്ത് എത്ര ആൾമാർ മരണപ്പെട്ടാർ. ഉമർ റളിയല്ലാഹു യഥാർത്ഥ ഉമർ റളിയല്ലാഹു അൻഹു ബെൽപ്പിന്ന മനുഷ്യ അയാൾ കറുത്തുപോയിട്ടുണ്ടായിത്തിക്കറ ആ ബരകാലത്തിൽ. അത്രത്തോളം ഫുഡില്ലാണ്ടും പൈച്ചിട്ടും അതേപോലെ ബെയിലെ കൊണ്ടിട്ടും ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കാലം ഇത്തിന്ത ആ കാലത്തിൽ ഒരേ ഒരു സഹാബി ആയിഷ റളിയല്ലാഹു അൻഹ റൗത്തുലു നബിയുടെ ഖബറുണ്ടല്ലേ ഞങ്ങൾ അവിടെ പോയിട്ട് തേടാം നബിരൊട്ടിക്ക് ഇല്ല. അപ്പൊ ഇതല്ല ഞങ്ങൾ പഠിക്കാനായി നബിയുടെ ചരിത്രത്തിൽ മനസ്സിലാക്കാനായി ഒരു വിഷയത്തിക്കറി ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ഏതായെങ്കിലും പിന്നെ മുസ്ലിമിങ്ങ ഹുദൈബിയ സന്ധില് അവിടെ ഹുദൈബിയയിൽ ഉള്ള ടൈം അങ്ങ് അവിടെ ഹുദൈബിയയിൽ നിൽക്കുന്ന ടൈമിൽ ഹുസാ ഗോത്രത്തെ ഒരാൾ ബുദൈലിബ്നു വർഖ റളിയല്ലാഹു അയാൾ പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പം ഇസ്ലാം അല്ല അയാൾ ಬಂತು അയാൾ ಬಂತು ചൊല്ലു കഅബ് ബിനു ലുഅയ്റെ നേതൃത്വത്തിൽ കൊറി ആൾമാർ നിങ്ങളെ തടയുകയിട്ട് അവിടെ നിன்றாർ, നിങ്ങളോട്ട് യുദ്ധാക്കുകയിട്ട് അവിടെ അങ്ങ് നിன்றாർ, കാത്തുകൊള്ളാർ. അങ്ങനെ ഇസബലു നിങ്ങ പെറു പോണ്ടതേറ്റിക്കറി നിങ്ങൾക്ക് ഖൈറുണ്ട് അയാൾ നബിരൊട്ടിക്ക് ചൊല്ലു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇയാളൊട്ടിക്ക് ഇന്നാ ലം നജഅലി ഖാതിലി അഹദിൻ ഞങ്ങൾ ഒരാളൊട്ടിയും യുദ്ധാക്കുകയിട്ട് ബന്ധങ്ങളല്ല. വലാകിന്ന ജഅനാ മുഅ്തമിരീൻ ഞങ്ങൾ ഒരു ഉംറാക്കുകയിട്ടിക്കർ ബന്ധരെ. ഫഇന്ന ഖുറൈശൻ ഖദ് നഹക്തുഹും അൽ ഹർബു വഅലറത് ബിഹിം യഥാർത്ഥത്തിൽ ഖുറൈശിമാർ അങ്ങ് യുദ്ധാക്കിയിട്ട് ബച്ചിട്ടില്ല. അങ്ങ് പിന്നും ഞങ്ങളൊട്ട് യുദ്ധാക്കു വേണ്ടി എന്ത് അങ്ങ് ഒരു കരാർക്ക് റെഡി ഉള്ളങ്ങാണ്ടായെങ്കിൽ ഞങ്ങളും എന്താക്കുക കരാർക്ക് റെഡി ആവണം. അല്ലെങ്കിൽ ഞങ്ങളെ ആൾക്ക് ഉംറാക്കിയിട്ട് ഞങ്ങൾ റിട്ടേൺ പോണ്ട. അതല്ല പിന്നെ ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ വഇൻ ഹും അബൗ അതല്ല അങ്ങ് യുദ്ധാക്കുകയിട്ടേ ബണ്ടാറുണ്ടായെങ്കിൽ ഫവല്ലദി നഫ്സി ബിയദി അല്ലാഹു വൈത്തിക്കർ സത്യ ലഉഖാതിലന്നഹും അലാ അംരി ഹാദാ ഈ വിഷയത്തിൽ ഞങ്ങളോട്ട് യുദ്ധാക്രമി വന്നാ ഞങ്ങൾ മരിക്കരോടത്തോളൂ ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ വിജയിക്കരോടത്തോളൂ ഞങ്ങളോട്ട് യുദ്ധാക്രമി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളൊട്ടിക്ക് ചൊല്ലു. അപ്പൊ അയാള് സഉബ്ലിഗുഹും മാ തഖൂൽ നബിയെ നിങ്ങൾ ഈ ചൊന്നത് ഞാൻ ഞങ്ങളൊട്ടിക്ക് പോയി ചൊല്ലട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചൊല്ലു. അങ്ങനെ ഈ ബുദ്ധയിൽ ചൊല്ലുന്ന ആള് ഖുറൈശിമാരുടെ മുട്ട പോണ്ടു അങ്ങോട്ട് ചൊല്ലുതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊന്തു
நீங்கள் எந்திர சொல்கிறார். அப்போ குறைஷிமார் சொல்கிறாரு, இல்லை நாங்கள் எந்த எங்கும் தடையிறேன், எந்த எங்கும் நாங்கள் உம்ராக்கு ಬಿಡ್ರೇ ಇಲ್ಲ. ಕಾರಣ ಹಂಗೆ ಡೈರೆಕ್ಟ್ ಉಮ್ರಾಕು ಬಂದಂಗೆ ನಂಗೆ ಅದು ಏಸಿಗೆ ಅಪ್ಪ ಎಂದೇ ಒಂದು ಆವಣೆಯನ್ನು ಚೊಂತು ಪಿನೊರ ಅಲ್ಲೇ ಅಂದಾಕ್ರಾರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮುಟ್ಟ ಕಡ್ತಾರ ಬಾಂಗ ಇತ್ತಂಡ ಇದು ಉಂಟು. ಓಕೆ, ಇದೊಂದು ವಿಷಯ ಕಂಪ್ಲೀಟ್ ಆಗಿ അങ്ങനെ നബിരൊട്ടിಗೆ ഒരാളെ കടത്തറി, ഓരോരുത്തരെ അങ്ങ് കടത്തറി. ആറ് ഈ ഖുറൈശിമാർ ഫസ്റ്റ് ഒരാളെ കടത്തറി മക്രസിബുനു ഹഫ്സ്. മക്രസിബുനു ഹഫ്സ് ചൊല്ല ഒരാളെ നബിರ മുട്ട കടത്തറി. ಆ ಈ ಮಕ್ರಜಿಬುನ ಹಫ್ಸ್ ಬಂಡ ಟೈಮ್ಲು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನೋಕುಂಬತ್ತಿಗೆ ನಬಿ ಸಾಹಬಿರಂಗಳು ಚೊಲ್ರು, ನಬಿ ಸಾಹಬಿರಂಗೊಟ್ಟಿಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ರು, ಇಯಾಲು ಮಹಾ ವಂಚನ ആക്കിറവറാണ്, ഇയാൾ വലിയ ചതിക്കിറവറാണ്. അപ്പൊ നബിക്ക് ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളുടെ സ്വഭാവമെല്ലാം ഫസ്റ്റിಗೆ നബിക്ക് പിടിയുണ്ട് ചൊല്ലത്. ആൾമാർ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞത് ചൊല്ലത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അങ്ങനെ അയാൾ ಬಂತಾಂಬತ್ತಿಗೂ ನಬಿರೊಟ್ಟಿಗೆ ಚೊಲ್ರು, നിങ്ങൾ എന്തായെങ്കിലും ಇವತ್ತು ಉಮ್ರಾಕು ನಂಗೆ ಬಿಡಿಲ್ಲ, നിങ്ങൾ ಬಿಡ್ರೆ ರಿಟರ್ನ್ പോകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ പൽക്ക ബുദ്ധയിലൊട്ടിಗೆ ചൊന്ന അതേ പൽക്ക ഇട്ടിക്കറ് ഇയാളൊട്ടിಗೆ ചൊല്ലു. അങ്ങനെ എന്താക്കറി ഇയാൾ റിട്ടേൺ പോകുന്നു. റിട്ടേൺ പോയിട്ട് അതേ പൽക്ക ചൊല്ലു. രണ്ടാമത്തേത് ഖുറൈശിമാർക്ക് ഹലീസ് ചൊല്ല ആളുടെ കടത്ത്. ഈ ഹലീസ് പറയുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഇയാള് ബലിമൃഗത്തെ ആദരിக்கிறவராണ്. അങ്ങനെ സിബിലു സഹാബിറങ്ങൾട്ടി ചൊല്ലു, നിങ്ങളെല്ലാവരും നിങ്ങളെ ബലിമൃഗത്തെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിട്ടുവിടോറും അയാളുടെ എതിരിൽ അത് പാസ്സാവട്ട്. അങ്ങനെ സാഹബിരങ്ങളിൽ ഇങ്ങനെ വിട്ടാറ്, സാഹബിരങ്ങളെ തൽബിയത്ത് ചൊല്ലുക സ്റ്റാർട്ടാക്കിയാർ. അപ്പോൾ ഈ ഹലീസ് ഇത് നോക്കിയിട്ടാകുമ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ തടയരുത് സമല്ലാണ്ട് ഇയാൾ മനസ്സ് വേണ്ട. ബലിമൃഗത്തല്ല ഇങ്ങനെ കയ്യിൽ ബലിമൃഗമുണ്ടു അതല്ലാണ്ട് ഇങ്ങനെ തൽബിയത്ത് ചൊന്നുള്ളാറ്. അങ്ങനെ ഇയാൾ എന്താക്കി റിട്ടേൺ പോകും. റിട്ടേൺ പോയിട്ട് ഖുറൈശിമാരോട് ചൊല്ലത് അങ്ങനെ തടയരുത് സമല്ല, അങ്ങ് തൽബിയത്ത് ചൊന്നുള്ളാറ്, അങ്ങ് യുദ്ധത്തിക്ക് ബന്ധങ്ങല്ല, അങ്ങനൊട്ടിಗೆ ബലിമൃഗമുണ്ടു അങ്ങനെ ഉണ്ട്. അപ്പം ഇങ്ങനെ നീ ദൈവടെ നീ ബുദ്ധിയില്ലാത്ത ഒരാൾ ചൊന്തങ്ങ ഖുറൈശിമാർ അയാളോട് ചൊന്ന. അപ്പോൾ ഇയാൾക്ക് അത് അർത്ഥം വന്നു. ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ನಾ ಸಪೋರ್ಟ್ ಇಲ್ಲದಂತೂ ನಾನು എൻ്റെ ಗೋತ್ರತೆ ಎಡ್ತಕೊಂಡೆ ಒಂದು. അപ്പോൾ ഈ എന്താ കാത്തൽ സമാധാന ആക്കി ദെപ്പട്ര ആಯ್ತು ನಿದೆ. അങ്ങനെ മൂന്നാമത്തേത് ഉർവത്തിബ്നു മസ്ഊദ്. ഉർവത്തിബ്നു മസ്ഊദ് കടത്ത് നീ പോയിട്ട് പൽക്കാർക്ക് ബാ. അങ്ങനെ ഉർവത്തിബ്നു മസ്ഊദ് ഇയാൾ ಬಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅವರೊಟ್ಟಿಗೆ ಕೇಳಿದ್ರು, നിങ്ങൾ ആരൊട്ടിಗೆ ಯುದ್ಧ ಹಾಕೋ ಬಂಡಿ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಎಂದ್ರೆ നിങ്ങൾ അങ്ങ് യുദ്ധാക്കോ ബണ്ടാറുണ്ടായ ഞങ്ങൾ യുദ്ധ ആക്കാറാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തൽ. അപ്പോൾ ഇയാൾ റിട്ടേൺ നബിരൊട്ടിಗೆ കേൾക്കറ്, നിങ്ങൾ ആരൊട്ടിಗೆ യുദ്ധ ಹಾಕೋ ಬಂಡಿ, നിങ്ങളെ കുടുംബത്തൊട്ടിಗೆ നിങ്ങൾ യുദ്ധ ആക്രമ, നിങ്ങളെ മക്കളൊട്ടിಗೆ നിങ്ങൾ യുദ്ധ ആക്രമ, നിങ്ങളെ മൂത്താപ്പമാരൊട്ടിಗೆ അലാപ്പമാരൊട്ടിಗೆ നിങ്ങൾ യുദ്ധ ആക്രമ. സ്വന്ത കുടുംബത്തൊട്ടിಗೆ ഇത്രത്തോളം അറബിരങ്ങാറ് യുദ്ധ ആക്കിയിട്ടിക്കുവാറ. അത് മാത്രമല്ല നിങ്ങൾ അനുയായിമാർ നോക്കുക അങ്ങ് വെറും എന്തും ഇല്ല, ദഈഫായ അങ്ങനെ മുഗല്ല ബെടുക്കായ മുഖ എപ്പോൾ വേണമെങ്കിലും റിട്ടേൺ ഓടുക റെഡി ആയിട്ടില്ല. അങ്ങ് ഇങ്ങനെയുള്ള ആക്കിയിട്ട് അയാൾ എന്താക്കുന്ന ഒരു തമാസാക്കുന്ന രൂപത്തിൽ പൽക്ക പറ നീച്ചമായ ഒരു പൽക്ക ഇട്ടിക്കറ അയാൾ പൽക്കാൻ സഹാബിറങ്കല്ല അർസ ಬಂದು. അതിൽ ಯಾರ ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ರಲ್ಲಿ ನಮ್ಗೆ ಅರ್ಸ ಬಂದು. ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ರಲ್ಲಿ ನಮ್ಗೆ ಎಂಚಿ ನಿಂದಿಟ್ಟು ಅವ್ರು ಪಲ್ಕ ಚೊಲ್ರು ಅವಡೆ ಉಮ್ಸುಸ್ ಬಿಬಲ್ರಿಲ್ ಲಾತಿ ಅನಹ್ನು ನಫಿರ್ರು ವನದ್ഉಹು. ಲಾತರ ಪ್ರೈವೇಟ್ ಬಾಟ್ ಹೋಯ್ತು ಉಜುಗು ഞങ്ങ നബിരെ വിട്ടു പോണ്ടേവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങ ഇതാക്കിറവ പാതിത്തവരിൽ വിടുറവ ചൊന്ത അബൂബക്കറെല്ലാം അർസത്തിൽ ചൊല്ലും. ഈ ഒരു പൽക്കത്തിൽ ഉലമാക്കന്മാർ ചൊല്ലാറ്, അതായത് ശത്രുമാർ ഞങ്ങളൊട്ടിಗೆ എന്തേ ഒന്നും അങ്ങനെ പൽക്ക പറഞ്ഞിട്ടായെങ്കിൽ ഞങ്ങൾക്ക് അതേപോലെ റിട്ടേൺ എന്താക്കാം ഞങ്ങളൊട്ടിಗೆ ചൊല്ലാം. അതിലെന്തില്ല പ്രോബ്ലം ഇല്ല. സൂറത്തു നിസാഇൽ ഒരായത്തും ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. അള്ളാഹു സുബ്ഹാനഹു വ തആല ബെടുക്ക് പൽക്ക ചൊല്ലുന്നത് ഇഷ്ടപ്പെടില്ല. ഇല്ല മൻ ദുലിം, ആറ് അക്രമിക്കപ്പെട്ടങ്ങല്ലാണ്ട്. അപ്പൊ അക്രമിക്കപ്പെട്ടങ്ങ ചൊന്നെങ്കിൽ ഒരാൾ ഞങ്ങളൊട്ടിಗೆ എന്തേ ഒന്നും ആറ് ശത്രുവായ അല്ലാണ്ട് മുസ്ലിമിങ് അല്ല, ശത്രുവായ കാഫിറായ ആൾമാർ ഞങ്ങളൊട്ടിಗೆ എന്തേ ഒന്നും അങ്ങനെ ചൊന്തു ഞങ്ങളെ ആക്രമിക്കുന്ന ഒരു നീച്ചമായ പൽക്ക പറഞ്ഞ ഞങ്ങൾക്ക് അതേപോലത്തെ പൽക്ക എന്താക്ക റിട്ടേൺ ഞങ്ങളൊട്ടിಗೆ ചൊല്ലാണ്ട് എത്തിക്കറ് ഉലമാക്കന്മാർ അത് വിശദീകരിക്കും. അപ്പം അത് ഞങ്ങൾ മനസ്സിലാക്കും. ഏതുപോലെ ഖുറൈശിമാർ തമാസാക്കിയിട്ട് ഒരു കവിത എഴുതിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുற അവിടെ സാഹബിരൊട്ടിಗೆ ಇದಕ್ಕೆ ജവാബ് കൊടുക്കുறாங்க നിങ്ങളൊട്ടിಗೆ ആറുള്ള. അപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചൊല്ലു, നബിയെ ഞാൻ ജവാബ് കൊടുക്കുறேன். അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജവാബ് കൊടുക്കുക അവിടെ പെർമിഷൻ. അപ്പം അങ്ങനെ ആ ഒരു പദത്തിൽ ഞങ്ങൾക്ക് എന്താക്കുക ജവാബ് കൊടുക്കാച്ചുള്ളത്
ഉലമാക്കന്മാർ വിശദീകരിക്കും. അപ്പോൾ ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അർസത്തിൽ ഒരു ചൊല്ലൽ ചൊല്ലും. അപ്പം അയാൾ കേൾക്കറി ഈ മനുഷ്യർ. അപ്പോൾ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇയാൾക്ക് പല ജാഹിലിയ കാലഘട്ടത്തിൽ നെനപ്പാണ്. അപ്പോൾ ഇയാൾ ചൊല്ലു, ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾ എത്രമാ നക്ക് ഉപಕಾರ ಹಾಕಿರ, ಆ ಉಪಕಾರಕ್ಕೆ ನಕ್ಕೆ ಪ್ರತ್ಯುಪಕಾರ ಹಾಕೋಕೆ ಐಟ್ಲೆ അങ്ങനെ ഇസബുൾ എത്തിക്കുന്ന നാം ഉണ്ടതേക്കില്ല. ഇല്ലാണ്ട ಇದಕ್ಕೆ ನಾ ಆನ್ಸರ್ ಹಾಕತ್ತೆ ചൊന്തു ഉർവ അവിടെ വെച്ചോളൂ. അപ്പോൾ നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹെൽപ്പ് എത്രമാത്രം എന്ത് ചൊല്ലത് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധ്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് ആറ്, ഉർവ ആറ്, ഒരു ഗോത്രത്തെ ലീഡർ ഇട്ടിക്കണം. അപ്പോൾ ഒരു ഗോത്രത്തെ ലീഡറിಗೆ അബൂബക്കർ റളിയല്ലാഹു അൻഹു ಉಪಕಾರ ಹಾಕಿದ್ದು ಪ್ರತ್ಯುಪಕಾರ ಹಾಕೋಕೆ ಐಟ್ಲಾಂಟಾയെങ്കിൽ മക്കത്തെ സാധാരണ ആൾമാർക്ക് എത്രമാത്രം ഹെൽപ്പാക്കിയോ ಇಂತ ചൊല്ലാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്തെ ചൊന്നതുണ്ട്. എന്തിരെ ನಾನು ನಕ್ಕಿ ಎತ್ತರ ಉಪಕಾರ ಹಾಕಿರಾರ ಅಂಕೆಲ್ಲಾರು ನಾ ಪ್ರತ್ಯುಪಕಾರ ಹಾಕಿರ ಇಲ್ಲ ಅಬೂಬಕರ್ റളിയല്ലാഹുവിന്റെ ಋಣ നക്ക് തീർക്കുക ഇട്ലാൻ. അപ്പം അത്ര മാത്രം ഹെൽപ്പാക്കി ഇന്ന് ഒരാളായിട്ടിക്കറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അങ്ങനെ ഉർവ പിന്നെ എന്താക്കും, നബിരൊട്ടിಗೆ പൽക്കവരെಗೂ ಕಂಟಿನ್ಯೂ ആക്കും. അങ്ങനെ പൽക്കവർ നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിയെ വലിച്ചിട്ട് തിക്കറ് അയാൾ പൽക്കവർ. അപ്പോൾ ഇപ്പുറത്ത് മുഗീറത്ത് ഇബ്നു ശുഅബ ഉണ്ട്. അയാൾ ഉർവ ഇങ്ങനെ നബിരെ താടി പിടിക്കുമ്പോൾ ഇയാൾ എന്താക്കറ് കത്തി പിടിക്കുക, തള്ളുവാറ് ഇങ്ങനെ എന്തേ ഒന്ന് ആക്കിങ് അപ്പമേ തള. ലാസ്റ്റിക്ക് ഇയാൾ മുഗീറ എന്താക്കറ് അയാളുടെ കത്തി കൊണ്ടിട്ട് കയ്യിൽ ഇങ്ങനെ തട്ടിട്ട് ചൊല്ലും, നബിരെ താടി പോടും. അങ്ങനെ കേൾക്കറ് ഈ മനുഷ്യർ കേൾക്കറ്, ഇയാൾ ഉർവ കേൾക്കറ് ഈ മനുഷ്യർ. അപ്പം ഇത് മുഗീറത്ത് ഇബ്നു ശുഅബ ചൊല്ലും. അപ്പം അവിടെ കേന്ദ്രമാ അയാളുടെ പറയും. ഇങ്ങനത്തെ ഒരു ബെഡ്ക്ക് സ്വഭാവത്തെ ഒരാളെ തിന്തി ഈ ഉർവ ചൊല്ലുറാൾ. അങ്ങനെ ലാസ്റ്റിക്ക് ഉർവ അവിടെ എന്താക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മുട്ടത്തെ പിന്നെ സീത അങ്ങനെ സൈഡിಗೆ ഖുറൈശിമാരെ സൈഡിಗೆ പോകണം. അങ്ങനെ ഖുറൈശിമാരെ സൈഡിൽ പോയിട്ടുണ്ടല്ലേ, അവിടെ സഹാബിരങ്ങ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പിർസാക്കിയോ ഇന്നാറ് ചൊന്തു അയാൾ അവിടെ ഒരു വിശദീകരിക്കും. അത് നമുക്ക് ചരിത്രത്തിൽ കാണും. അയാൾ ചൊല്ലേ, ഉർവ ചൊല്ലേ, ನಾನು ಔಡ್ರೆ ಬಂದೆ ಇಪ್ಪರ, ನಾನು ಕಿಸ್ರಾ ಕೈಸರ್ ರಾಜಾಕಮ್ಮಾರು ಮುಟ್ಟ ಬೈರೆ. ಇಯಾಳು ಸಖೀಫ್ ಗೊತ್ತತ್ತ ಲೀಡರ್ ಐಟಿಕ್ರು ಬೆಲ್ಲೆ ರಾಜಾಕಮ್ಮಾರೊಟ್ಟಿಗೆ ಈ ಸಂಧಿ ಸಂಭಾಷಣತ್ಗೆಲ್ಲ ಪಲ್ಕ ಬರೀ ಇಯಾಳ ಐತಿಕ್ರು ಕಟ್ತೀವಿ. ಇಯಾಳು ಚೊಲ್ಲೆ ಕಿಸ್ರಾ ಕೈಸರ್ ರಾಜಾಕಮ್ಮಾರು ಮುಟ್ಟ ನಾ ಬೈರೆ ಮಾತರಮ್ಮ മുഹമ്മദിനെ അനുയായിമാർ മുഹമ്മദിനെ ആദരിക്കുന്ന പോലെ ഒരു രാജാക്കന്മാരും ആദരിക്കപ്പെട്ടിട്ടില്ല. ഒരു അനുയായിമാരും അങ്ങനത്തെ ആ മുഹമ്മദിന് അനുയായിമാർ സഹാബിനെ ആദരിക്കുന്ന പോലെ നാം നോക്കിയിട്ടിക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിയെങ്കിൽ അങ്ങനെ കൂട്ടത്തിൽ ആരെയും ഒരാൾ കൈക്ക് പോയിട്ട് വീണ്ടും ചൊന്നെ അതുക്ക് വേണ്ടിയിട്ട് അങ്ങ് എന്താക്കി ഇന്ന റഷായി ഉണ്ടിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുവാക്കിയെങ്കിൽ ആ ഒതുരെ തന്നിക്ക് വേണ്ടിയിട്ട് അടിയാക്കാറായിട്ടിക്കാറങ്ങ. അതേപോലെ നബിಗೆ ಎಂದೇ ಒಂದು ಪಲ್ಕ പറഞ്ഞിട്ടായി നബി എന്തേ ഒന്ന് പൽക്ക പറഞ്ഞിട്ടായെങ്കിൽ അങ്ങനെ തലയിൽ പക്ഷി വന്ന് ദക്രത്ര മൗനമായിട്ട് അങ്ങ് കേൾക്കാറ്. അപ്പം അത്രമാത്രം ആദരിക്കുന്നവർ കൗമയിട്ടിക്கிறாங்க. അങ്ങ് എന്തും റെഡി ഉള്ളാറ് ചൊന്തു ഇയാൾ എന്താക്കറ് ഉർവ ಬಂತು അങ്ങോട്ടേക്ക് ചൊല്ലും. അങ്ങനെ പിന്നെ ആ ടൈമിൽ എനിക്ക് എന്തായിട്ട് കുറേശ്ശിമാർക്ക് ഇതിപ്പോൾ ഒപ്പന്തത്തിലെ സമാക്കണം അല്ലാണ്ട് വേറെന്തും ആക്കുക ആവില്ല ചൊല്ലേ ആ ഒരു തീരുമാനത്തിക്ക് കുറേശ്ശിമാർ ബണ്ടാർ. അതിൽ പിന്നെ എത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സന്ധ്യ സംഭാഷണത്തിക്ക് അടുത്ത്. അതിൽ പിന്നെ ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതനുസരിച്ച് അതിൽ കിട്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.